ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഈ അടി ഒരു ടെസ്റ്റ് ഡോസ് ആണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇത് രണ്ട് രാജ്യങ്ങൾക്കും അവരവരെ അസസ് ചെയ്യാനുള്ള ഒരു ഇതാണ്. ഒന്ന് ഞങ്ങൾ എന്താണെന്ന് മറ്റുള്ളവരും അവരെന്താണെന്നുള്ളത് ഇങ്ങോട്ടും കാണിക്കാനുള്ള ഒരു സംഗതി മാത്രമാണ്. ഇറാൻ അവരുടെ മൊത്തം ശക്തിയും ഇതിനുള്ളിൽ പ്രയോഗിച്ചു എന്ന് പറയുന്നത് അതൊരു ടാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ഇസ്രായേലും അവരുടെ ശക്തിയുടെ ഒരു അംശം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നമ്മൾ തിരിച്ചും മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഈ ഒരു വാറ് എനിമി ആയിട്ടുള്ള ഇപ്പോൾ അമേരിക്കയുടെ ശത്രുതയുള്ള റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആയുധങ്ങളെ വിലയിരുത്തുന്നുണ്ട്, ഇവരുടെ ആക്രമണ ശൈലി എല്ലാം വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെതും എല്ലാ ഇപ്പുറത്തുള്ള രാജ്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരു രീതിയിലും ഫുൾ ആയിട്ടുള്ള അവരുടെ ശക്തി പുറത്തെടുക്കില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് മിസൈൽ വന്ന് വീണാൽ പോലും ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ കൃത്യമായ സ്ട്രോങ് റൂമുകളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. ഇറാൻ്റെ മിസൈലുകളെ കൃത്യമായി തന്നെ അവർ അസസ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ശക്തിയുണ്ട്, പവറുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അസസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇറാൻ്റെ ശക്തി, ഇസ്രായേലിൻ്റെ ശക്തിയെക്കുറിച്ച് ഇറാനും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് അവർ S-400 അടക്കമുള്ള മിസൈൽ സംവിധാനങ്ങൾ വാങ്ങാതിരുന്നതും ഇത്രയും കാലമായിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനുള്ള. അപ്പം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും ശക്തി കൃത്യമായിട്ട് വെളിപ്പെട്ടിട്ടില്ല. അങ്ങനെ വെളിപ്പെടാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും ഇറാൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ തോറ്റു എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇസ്രായേൽ എന്തൊക്കെ ഉദ്ദേശിച്ചോ അതെല്ലാം ഇസ്രായേൽ നേടിക്കഴിഞ്ഞു ഇത്രയും ദിവസത്തെ ആക്രമണത്തിലൂടെ.